തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജെ.സി. ഡാനിയലിന്റെ പ്രതിമയ്ക്ക് നേരെ അതിക്രമം. ഇന്നലെ രാത്രിയാണ് സാമൂഹ്യ വിരുദ്ധർ പ്രതിമ തകർത്തത്. ലൈറ്റുകളും സിനിമ ഫിലിം കേടുവരുത്തി. ജിബിൻ ജെ.ബി ചേരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമാണോ അതോ ചില കുൽസിത കക്ഷികളുടെ ശ്രമമാണോ എന്നറിയില്ല. എന്തായാലും ഇത് വളരെ ഗൗരവമായി എടുക്കുന്നു. പവിത്രമായ പ്രതിമയുടെ കയ്യിലിരുന്ന ഫിലിം താഴെ വീഴുക എന്ന് പറയുമ്പോൾ കാറ്റത്ത് വീഴുന്നു പോകത്തക്ക രീതിയിലുള്ള സാഹചര്യത്തിലല്ല അത് വച്ചിരുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് അത് വച്ചിരുന്നത്. ജിബിൻ ജെ.ബി ചേരുന്നുണ്ട്. ജിബിൻ, വളരെ മോശമായ ഒരു അവസ്ഥ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു നല്ല കലാകാരൻ്റെ പ്രതിമയ്ക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടാകുന്നു. ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധരാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് വ്യക്തമാണ്. പോലീസ് ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്, ആരാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? മാർഷൽ, മലയാള സിനിമയുടെ പിതാവ് കൂടിയായ ജെ.സി. ഡാനിയലിനോടുള്ള ആദരസൂചകമായിട്ടാണ് നെയ്യാറ്റിൻകര TV ജംഗ്ഷനിൽ ആ ഗ്രൗണ്ടിൽ ഇത്തരത്തിൽ ജെ.സി. ഡാനിയലിൻ്റെ ഒരു പ്രതിമ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചത്. ഇതിന് നേരെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ പ്രഭാത സവാരിക്ക് പോയവരാണ് ഈ പ്രതിമ തകർക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ ജെ.സി. ഡാനിയലിൻ്റെ പ്രതിമയിൽ വളരെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. കാരണം ഈ പ്രതിമയിൽ ഒരു സിനിമയുടെ ഫിലിമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഫിലിം അവിടെ മനോഹരമായ രീതിയിൽ ലൈറ്റുകളൊക്കെ തന്നെ കൊണ്ട് അലങ്കരിച്ചത്. ഇതെല്ലാം തകർക്കപ്പെട്ട നിലയിലാണ് രാവിലെ കണ്ടെത്തിയത്. ഇതിന് വലിയ സാമൂഹിക വിരുദ്ധരായിരിക്കാമെന്നാണ് ഒരു പ്രാഥമിക നിഗമനത്തിൽ ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതോ ആരെങ്കിലും മനഃപൂർവ്വം ഇത് തകർക്കാൻ ശ്രമിച്ചതാണോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. കാരണം ഇതിൻ്റെ ഉണ്ടായിരുന്ന ഫിലിമൊക്കെ തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമമാണോ എന്ന് കൂടി ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന. കാരണം സമീപത്തെല്ലാം തന്നെ CCTV ക്യാമറകളുണ്ട്. ഈ നെയ്യാറ്റിൻകര ജംഗ്ഷൻ, അതായത് TV ജംഗ്ഷനിലാണ് ഈ ഒരു ഗ്രൗണ്ട് ഉള്ളത്. ഈ കുട്ടികളുടെ ഗ്രൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശമൊക്കെ തന്നെ CCTV നിരീക്ഷണത്തിൽ എപ്പോഴുമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പോലീസിന് ഈ പ്രതികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടിയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ പ്രതികളിലേക്ക് എത്തുമെന്നും വിവരം ലഭിക്കുന്നു.